ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ആരംഭിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. പൂർണ്ണമായും സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന 47 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, NSAP പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ, ഇതിനു പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നീ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആനുകൂല്യ വിതരണങ്ങൾക്കും മറ്റ് ചിലവുകൾക്കുമായി 6000 കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിതരണത്തിന് അനുകൂലമായ നടപടികൾ ആരംഭിച്ചത്. മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിൽ ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയത്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. വിഷു, റംസാൻ പ്രമാണിച്ചാണ് ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശിക കൂടി എത്തിച്ചേരുക. ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക നിർമ്മാണ തൊഴിലാളി പെൻഷനുകളാണ്. 16 മാസത്തോളം കുടിശ്ശികയായ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ തുകയായ 1600 രൂപ വീതം തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുകളുണ്ടായിരുന്നു. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി 1000 കോടി രൂപയുടെ വായ്പാ ലേലം ഇന്ന് മുംബൈ ഫോർട്ട് ഓഫീസിൽ നടന്നു. ഇതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴിയും തുക സമാഹരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ ആദ്യഘട്ടമെന്നോണം വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ സംഘം ബാങ്കുകൾ വഴി 8,46,456 പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.31 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.